ഈ വേനലിലെ ചൂടിനെ തോൽപ്പിക്കാനായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലൈം ജ്യൂസിന്റെ റെസിപ്പി നോക്കിയാലോ? അതും പനംനൊങ്ക് ഉപയോഗിച്ചിട്ട്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഈ പനംനൊങ്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ട്ടോ. റോഡ് സൈഡിലൊക്കെ ഒരുപാട് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ മിക്ക സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ് ഈ ഒരു സംഭവം. ഞാനിവിടെ ഒരു പനംനൊങ്ക് എടുത്തിട്ടുണ്ട്. അതിന്റെ പുറത്തുള്ള ഈ ഒരു കോട്ടിംഗ് നമുക്കൊന്ന് പൊളിച്ചു കളയണം. വളരെ ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാവുന്നൊള്ളൂ ട്ടോ. ഇനി നമുക്ക് ഇത് പൊളിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊന്ന് കൊണ്ടുവരണം. ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി എടുത്ത പനംതൊങ്ങിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. അത് മുറിക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് നീരൊക്കെ വരും ട്ടോ. സാധാരണ നമ്മൾ കരിക്കിന്റെ ഒക്കെ വെള്ളമൊക്കെ കുടിക്കുന്ന പോലെ തന്നെ അത്രയും വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇതിൽ കാമ്പായിരിക്കും കൂടുതൽ ഉണ്ടാവാന്ന് മാത്രം. ഇനി നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ പനംനൊങ്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പനംനൊങ്കിന് കരിക്കിനെ അപേക്ഷിച്ചിട്ട് മധുരം കുറവായിരിക്കും. അപ്പൊ നമ്മള് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടൊന്ന് കൊണ്ടുവരണം. ഈ പനംനൊങ്കിന്റെ കാമ്പിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും കരിക്കിനെ അപേക്ഷിച്ചിട്ട്. അപ്പൊ അത് കാരണം തന്നെ നല്ല ഫുൾ പേസ്റ്റ് ആക്കി ചിലപ്പോൾ അരഞ്ഞു കിട്ടണമെന്നില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല ട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഒരു 1/2 കപ്പ് കൂടി നന്നായിട്ട് തണുപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്നുകൂടിയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടൊന്ന് കൊണ്ടുവരാം. ഇപ്പൊ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കാം. മധുരം അല്ലാന്നുണ്ടെങ്കിൽ പുളിയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിന്റെ മീതെ നമ്മൾ കുറച്ച് സബ്ജ സീഡ്സ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന്റെ മീതെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ജ്യൂസിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഏലക്ക അല്ലെങ്കിൽ എസൻസ് ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. നല്ലൊരു റിഫ്രഷിംഗ് ഫീലാണ് ഈ ഒരു ജ്യൂസിന്. പനംനൊങ്ക് അല്ലെങ്കിൽ കരിക്ക് അതുപോലുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ജ്യൂസാണ്. നല്ലൊരു റിഫ്രഷിംഗ് ടേസ്റ്റും ആണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.